തെരഞ്ഞെടുപ്പ് ചൂടിനിടെ അടൂരിൽ UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാറിനെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ വ്യാജ ലഘുലേഖകൾ വിതരണം ചെയ്ത സംഭവത്തിൽ 3 പേർ പോലീസിന്റെ പിടിയിലായി. പിടിയിലായവർ CPI പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഇതോടെ മണ്ഡലത്തിൽ രാഷ്ട്രീയ പോര് തെരുവിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. CV ശാന്തകുമാർ കൊലക്കേസ് പ്രതിയാണെന്ന് ആരോപിക്കുന്ന വ്യാജ നോട്ടീസുകൾ പറക്കോട്, മണ്ണടി ഭാഗങ്ങളിൽ വിതരണം ചെയ്യുന്നതിനിടയിലാണ് 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അടൂർ സ്റ്റേഷനിൽ 2 പേരും ഏനാത്ത് സ്റ്റേഷനിൽ ഒരാളുമാണ് നിലവിൽ പിടിയിലായിട്ടുള്ളത്. കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് LDF സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ CPI നേതാക്കൾ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് LDFന്റെ വാദം. അതേസമയം തനിക്കെതിരെയുള്ള ഹീനമായ വ്യക്തിഹത്യയിൽ പ്രതിഷേധിച്ച് CV ശാന്തകുമാറും കോൺഗ്രസ് പ്രവർത്തകരും RTO ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായെത്തി. മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കവേ ശാന്തകുമാർ വികാരാധീനനായി പൊട്ടിക്കരഞ്ഞു. ഞാൻ എവിടെ നിന്നും കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥിയല്ല. എൻ്റെ പേരിൽ ഒരു കൊലക്കേസുമില്ല, ഒരു ചെറിയ കേസ് പോലുമില്ല. എന്നിട്ടും ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് എന്നെ തകർക്കാൻ ശ്രമിക്കുന്നത് നീതിയല്ല, CV ശാന്തകുമാർ പറഞ്ഞു. വളരെയധികം മാനസിക പ്രയാസം. തീർച്ചയായും ഇതിനകത്ത് ഉണ്ടാകുന്ന മാനസികമായും ശാരീരികമായുള്ള ആഘാതത്തിന് ഇതിന്റെ നോട്ടീസ് ഇറക്കിയവർ ഉത്തരവാദിത്തം പറയണം. നിയമപരമായി അവരെ നിയമത്തിന് മുന്നിൽ ഞാൻ കൊണ്ടുവരും. ഞാനൊരു അഭിഭാഷകനാണ്. തീർച്ചയായും നിയമപരമായി അവരും കൊണ്ടുവരും. ഇന്ന് ഇപ്പോൾ DYSP ഓഫീസിൽ വന്ന പ്രതികളെ ഇറക്കിക്കൊണ്ട് പോയവർക്കെതിരെ അതിന് നടപടി എടുക്കേണ്ടതായിട്ട് തോന്നുന്നു. ഞാൻ ഇലക്ഷൻ കമ്മീഷന് DYSPക്കെതിരെയും SHOക്കെതിരെയും പരാതി കൊടുക്കും. ഇന്ന് തന്നെ കൊടുക്കും. ഇപ്പോഴും പഞ്ചായത്ത് അംഗം 3 മാസമായുള്ള ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷനോട് എനിക്ക് വിശ്വാസമുണ്ട്. എന്നെ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത്? ഈ ബഹുമാനപ്പെട്ട കളക്ടർ ഇന്നലെ ഈ ആരോട് ചോദിച്ചല്ലോ, ശാന്തകുമാറിന് എന്തെങ്കിലും കേസുണ്ടോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്ക്. എന്റെ നോമിനേഷൻ തള്ളിക്കോ, എനിക്ക് കുഴപ്പമില്ല. LDF തോൽവി ഭയന്നാണ് ഇത്തരം തരം താണ പ്രചരണങ്ങൾ നടത്തുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുമ്പോൾ സംഭവവുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്നാണ് ഇടതുമുന്നണിയുടെ വിശദീകരണം. വ്യാജ നോട്ടീസ് വിതരണം ചെയ്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഞാനൊരു കേസിലും പ്രതിയല്ല. ഞാനൊരു കേസിലും നിലവിൽ എന്നെ ആരും ശിക്ഷിക്കുക ഒരു കോടതി പോലും എന്നെ ശിക്ഷിച്ചിട്ടില്ല. ഒരു കേസിലെയും പ്രതിയല്ല. കേസുമില്ല. ഇതിന്റെ പേരിൽ ഒരു FIR ഇല്ല. നടപടി എടുക്കാതിരുന്നു. അതിന്റെ പേരിലാണ് ഞങ്ങൾ ഉപരോധിച്ചത്. ഇവിടെ അവരോട് തന്നെ പോയി ചോദിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. CPMന്റെ എന്റെ പേരിൽ ഒരു FIR ഇല്ല. നിങ്ങൾ പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ വിളിച്ചത് എന്നോട് ചോദിച്ചതേ ഉള്ളൂ. നിങ്ങൾ മനഃപൂർവ്വം ആരോ പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ ഒരു മാസത്തിനുള്ളിൽ പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ വിളിച്ചപ്പോൾ നിങ്ങൾ എന്നോട് ഇവിടുത്തെ വികസനമല്ല ചോദിച്ചത്, എന്റെ പേരിൽ FIR ആയിരുന്നു. നിങ്ങൾ പോയി അന്വേഷിക്കുക. നിങ്ങൾക്ക് പറ്റുമല്ലോ. വിവരാവകാശ പ്രകാരം നിങ്ങളെ പേരെടുക്കും. നിങ്ങൾ ഞാൻ എന്റെ ഏത് കോടതിയെ ശിക്ഷിച്ചാൽ നിങ്ങൾ എടുക്കുക. എന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുക. ഈ നിമിഷം പിൻവലിക്കാം. ഏതാണ് അവരുടെ പേരിൽ എടുക്കട്ടെ നോട്ടീസ്. അല്ലെങ്കിൽ ഈ നോട്ടീസ് തന്നെ അവരുടെ ഒരാളുടെ അഡ്രസ്സിൽ